ഹായ് എവരിവൺ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ കീ ഇവിടെ ഔട്ടായിരിക്കുകയാണ്. കേരള പി സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് അതിപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: കേരള പി സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ കീ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഇത് തമ്മിൽ നിങ്ങളൊന്ന് കമ്പാരിസൺ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടിയെന്നത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ മാർക്കൊന്ന് എഴുതി വെക്കുക. പക്ഷേ ഈ മാർക്ക് കിട്ടിയിട്ട് മാത്രം കാര്യമുണ്ടോ? മാർക്ക് നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, 60 മാർക്ക് കിട്ടിയിട്ടുണ്ട്, 40 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മാർക്ക് കിട്ടിയാൽ മാത്രം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടും എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി നമ്മുടെ ടീം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു സംഭവം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു റാങ്ക് പ്രെഡിക്റ്റർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്രാമത്തെ റാങ്കാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ വീഡിയോ കണ്ടല്ലോ ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫൈനലി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. ആ മാർക്ക് കറക്റ്റായിട്ട് അവിടെ ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷീറ്റിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാൻ പറ്റും. ഓക്കെ, ആ പേരിനോട് അതിൻ്റെ പാരലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ റാങ്ക് കാണാൻ പറ്റും. അപ്പം കറക്റ്റായിട്ട് ഏകദേശം ഇത് പക്കയാന്ന് നിങ്ങൾ പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ടീം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ട് പഴയ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം ഇത്രാമത്തെ റാങ്കിലായിരിക്കും നിങ്ങൾ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തിങ് നിങ്ങൾ ഫില്ല് ചെയ്യാണ്ട് ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് റാങ്കും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ആ റാങ്ക് നിങ്ങൾക്ക് എത്രാമത്തെ റാങ്കാണ് കിട്ടിയത്? സപ്പോസ് നിങ്ങൾക്ക് 1ാമത്തെ റാങ്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ 5ാമത്തെ റാങ്കാണ് കിട്ടിയത്, 8ാമത്തെ റാങ്കാണ് കിട്ടിയത്. ആ കാര്യങ്ങൾ ഞങ്ങളെ കൂടെ നിങ്ങളൊന്ന് അറിയിക്കണം. ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ ഈ വീഡിയോ കണ്ടില്ല വന്നില്ല, നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് സർ എൻ്റെ പേര് അല്ലെങ്കിൽ ഉമ്മ എന്നാണ്, എനിക്ക് ഇത്രാമത്തെ റാങ്ക് കിട്ടി ഓക്കെ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയൊക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഫോം ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ഷീറ്റിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റും. സോ ആ റാങ്ക് കറക്റ്റായിട്ട് ഈ വീഡിയോയുടെ അണ്ടറിൽ പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് മാത്രം ചെയ്താൽ പോരാ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുറേ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, ഇതേ സെയിം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എക്സാം എഴുതിയവർ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ, അവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റാങ്കും അല്ലെങ്കിൽ അവരുടെ റാങ്ക് അവർക്ക് അറിയാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടെക്നിക്കൽ PSCയുമായിട്ട് ടെക്നിക്കൽ PSCയുടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ